അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് എല്ലാ വഴിയും അടഞ്ഞെന്ന് കണ്ടാൽ ഈ ദിക്ർ മുറുകെ പിടിക്കുക. അതായത് ഇനി നമ്മുടെ മുമ്പിൽ ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയിൽ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്തും, അതുപോലെ തന്നെ നമുക്ക് അയാൾ ആഗ്രഹിക്കുന്ന, നമ്മൾ എന്ത് സ്ഥാനമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവരുടെ മനസ്സിൽ ആ സ്ഥാനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഭക്ഷണ വിശാലത ഉണ്ടാകും. ദാരിദ്ര്യത്തിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചനം നമുക്ക് ലഭിക്കുകയും ഭക്ഷണത്തിൽ അതിവിശാലമായ ഒരു നേട്ടം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ദുഃഖ ദുരിതങ്ങൾ അകലും. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ എന്താണോ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും നമുക്ക് അകന്നു കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നന്മയുടെയും അഭിവൃദ്ധിയുടെയും കവാടങ്ങൾ വിടരും. ഈ ദിക്ർ, അതിമഹത്തായ ഈ ദിക്ർ ചൊല്ലിയാലുള്ള നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എല്ലാവരുടെയും ദ്രോഹങ്ങളെ തൊട്ട് നമ്മളെ അള്ളാഹു കാത്തു രക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ മിത്രങ്ങൾക്കിടയിൽ നമുക്ക് നല്ല സ്ഥാനം ലഭിക്കുകയും ശത്രുക്കൾക്കിടയിൽ ഭീതി വിതറുന്നവരുമായി തീരും. നമ്മളെ കാണുമ്പോൾ തന്നെ ശത്രുക്കൾക്കൊരു ഭയം അനുഭവപ്പെടുന്നതാണ്. ഇത് പതിവായി ഓതുന്നവൻ തന്റെ ന്യൂനതകൾ സ്വയം മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ആരും അറിയാതെ അള്ളാഹുവിനും നമുക്ക് മാത്രം അറിയാവുന്ന നമ്മുടെ ന്യൂനതകൾ നമ്മൾ പരിഹരിച്ചു കൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് ദിക്ർ ഏതാണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ള ദിക്റാണ്. എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു ദിക്റായിരിക്കും ഒരുപക്ഷെ. ഇത് ചൊല്ലൽ പതിവാക്കിയാലുള്ള നേട്ടങ്ങളെ കുറിച്ചാണ് ഇപ്പോ നമ്മൾ കേട്ടു കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് 1000 നിങ്ങളെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിലും ദിവസേന 100 തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. അത് ശ്രമിക്കുക എന്നല്ല, നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളും നേട്ടങ്ങളും ഒക്കെ സ്വന്തമാക്കാൻ കഴിയുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിന് ഭാഗ്യം നൽകി മാറാകട്ടെ. അതുപോലെ തന്നെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അത് ഞാൻ എന്റെ ദുആയിലും നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. മറ്റുള്ളവരിലോട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. അത് ഷെയർ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന സ്വതക്ക് നിങ്ങൾ പാഴാക്കാതിരിക്കുക. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വക വീഡിയോകൾ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കയറി കാണുക. ഒന്നുകിൽ ആ വീഡിയോസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. തീർച്ചയായിട്ടും എല്ലാവരും കയറി കാണുക. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും ഒക്കെ മാറി നമ്മുടെ ജീവിതം മനോഹരമാക്കുവാനും സമാധാനപൂർണ്ണമുള്ളതാക്കാനും സന്തോഷമുള്ളതാക്കാനും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും ഒക്കെയുള്ള ഓരോ വീഡിയോസ് ആണ്. അതില് ചെറിയ ചെറിയ ദിക്റുകളും സൂറാത്തുകളും ഒക്കെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കയറി കാണുക. ഇൻഷാ അല്ലാഹ് അത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ നല്ല വീഡിയോസുമായിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.